ആലപ്പുഴ ചേർത്തല സ്വദേശിയായ 35 വയസ്സുകാരനെ അബുദാബിയിലെ താമസ സ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ഏപ്രിൽ 12-ാം തീയതി മുതൽ കടക്കരപ്പള്ളി സ്വദേശിയായ വിഷ്ണുദത്തിനെ കുറിച്ച് വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് സിംഗപ്പൂരിലുള്ള മാതാപിതാക്കളും സഹോദരിയും അബുദാബി KMCCയുടെ സഹായം തേടുകയായിരുന്നു. അങ്ങനെ അബുദാബി പോലീസുമായി സഹകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നേവി ഗേറ്റിലുള്ള താമസ സ്ഥലത്ത് വിഷ്ണുദത്തിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അബുദാബിയിൽ ബ്ലൂഫിൻ മറൈൻ സർവീസ് എന്ന സ്ഥാപനത്തിന്റെ പാർട്ട്ണറായിരുന്നു വിഷ്ണുദത്ത്. പെട്രോളും ഡീസലും അടക്കമുള്ള ഇന്ധനങ്ങൾ വാഹനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഓർഡർ ചെയ്യുന്നതനുസരിച്ച് എത്തിച്ചു നൽകുന്ന ജനപ്രിയ ഡിജിറ്റൽ മാധ്യമമാണ് കഫു. കഴിഞ്ഞ ദിവസം മുതൽ സർവീസ് ചാർജ് ഈടാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. 2018 ആരംഭിച്ച ഈ ഒരു സേവനം ആദ്യകാലത്ത് സർവീസ് ചാർജ് ഈടാക്കിയിരുന്നു. പിന്നീട് 2020 ജൂലൈയിൽ മഹാമാരി കാലത്താണ് സർവീസ് ചാർജ് ഒന്നും ഇല്ലാതെ പമ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അതേ വിലയിൽ ഇന്ധനം നിൽക്കുന്ന സ്ഥലത്ത് വാഹനങ്ങളിലേക്ക് എത്തിച്ചു നൽകിയിരുന്നത്. എന്നാൽ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും സർവീസ് ചാർജ് നടപ്പിലാക്കുന്നതെന്നാണ് കമ്പനി ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. 12 ദിർഹം മുതൽ 20 ദിർഹം വരെയായിരിക്കും സർവീസ് ചാർജ്. 20 മിനിറ്റിൽ ഇന്ധനം എത്തിച്ചു നൽകുന്ന പ്രീമിയം സർവീസിനാണ് 20 ദിർഹം നൽകേണ്ടി വരിക. UAE-യിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡ് ഒരു മലയാളി വിദ്യാർത്ഥിനി സ്വന്തമാക്കിയിരിക്കുകയാണ്. UAE വിദ്യാഭ്യാസ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് മലയാളി വിദ്യാർത്ഥിനിയായ അപർണ അനിൽ നായരെ തേടിയെത്തിയിരിക്കുന്നത്. അലൈൻ ഇന്ത്യൻ സ്കൂളിലെ 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അപർണ. അലൈനിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന അനിൽ നായരുടെയും സേഹയിൽ നഴ്സായി ജോലി ചെയ്യുന്ന അഞ്ജലിയുടെയും മകളാണ് പുരസ്കാര ജേതാവായ അപർണ. ഏപ്രിൽ 24-ാം തീയതി വ്യാഴാഴ്ച മുതൽ മെയ് 30-ാം തീയതി വെള്ളിയാഴ്ച വരെ കോർഫക്കാനിലുള്ള ഒരു ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് ഷാർജ RTA അറിയിച്ചിരിക്കുന്നു. കോർഫക്കാനിലെ അൽബത്ത 3 ഏരിയയിലെ വാദി വാഷി സ്ക്വയറിനെ കോർഫക്കാൻ സ്ക്വയറുമായി ബന്ധിപ്പിക്കുന്ന റിംഗ് റോഡാണ് അടച്ചിടുക. ഈ ഒരു കാലയളവിൽ വാഹനയാത്രികർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 1-നകത്ത് പ്രവർത്തിക്കുന്ന ട്രെയിൻ സർവീസ് പ്രവർത്തനരഹിതമായ ഒരു വിവരം എയർപോർട്ട് അതോറിറ്റീസ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ടെർമിനൽ 1-ൽ നിന്ന് കോൺകോഴ്സ് Dയിലേക്ക് യാത്രക്കാരെ ബസ് വഴിയാണ് കൊണ്ടുപോയത്. ഇതിനോട് സഹകരിച്ച യാത്രക്കാരോടുള്ള ഒരു കൃതജ്ഞതയും ദുബായ് എയർപോർട്ട് അതോറിറ്റീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 ഏപ്രിൽ 25-ാം തീയതി വെള്ളിയാഴ്ച.